വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ക്യാരറ്റ് പോളാണ് നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ സാധാരണ ക്യാരറ്റ് പോൾ ഉണ്ടാക്കിയെടുക്കുന്ന പോലെയല്ല കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ഈ ഒരു ക്യാരറ്റ് പോളിൻ്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒരു 2 ചേരുവ കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ക്യാരറ്റ് പോളാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഒരു 4 ക്യാരറ്റ് വെച്ചാണ് കേട്ടോ നമ്മൾ ഈ ഒരു ക്യാരറ്റ് പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഏകദേശം ഒരു 1/2 കിലോ ക്യാരറ്റ് ഉണ്ട് ഇത്. അപ്പോൾ ഈ ഒരു ക്യാരറ്റിൻ്റെ തൊലി കളഞ്ഞിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ക്യാരറ്റ് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഗ്രേറ്ററിൻ്റെ വലിയ ഹോൾ ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് വേണം കേട്ടോ അത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. എന്നാലും നമ്മൾ ഈ ക്യാരറ്റ് പോൾ കഴിക്കുന്ന സമയത്ത് ക്യാരറ്റ് ഇങ്ങനെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടുള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ക്യാരറ്റ് പോൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ക്യാരറ്റ് മൊത്തത്തിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ഒന്ന് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ കുറച്ച് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു കാഷ്യൂനട്ട് മുന്തിരിയും നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് താല്പര്യം ഇല്ലാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ കാഷ്യൂനട്ടും മുന്തിരിയും നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് നമുക്കിത് നെയ്യിൽ നിന്ന് എടുത്തിട്ട് കോരി മാറ്റാം. ഇനി ഈ സെയിം നെയ്യിലേക്ക് തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റാണ് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കേണ്ടത്. സാധാരണ ക്യാരറ്റ് പോൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ക്യാരറ്റ് വേവിച്ചിട്ട് അരച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കേണ്ടത്. പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ക്യാരറ്റ് പോൾ ഉണ്ടാക്കിയാൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കുള്ളൂ. കാരണം അത്ര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട റെസിപ്പിയാണ് കേട്ടത്. ഇപ്പോൾ ക്യാരറ്റ് ഞാനൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും ആ ഒരു രീതിയിൽ കേട്ടോ. അതുപോലെ ക്യാരറ്റിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. അതുപോലെ തന്നെ സാധാരണ ക്യാരറ്റ് പോളയിൽ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കാറില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ 2 സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിലൊന്നാമത്തേത് ഈ ഒരു തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങ ചെറിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ക്യാരറ്റും തേങ്ങയും കൂടെ 1 മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു ക്യാരറ്റ് പോളയിൽ തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മളിങ്ങനെ ക്യാരറ്റ് പോള കഴിക്കുന്ന സമയത്ത് തേങ്ങയും കൂടെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റും തേങ്ങയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറക്കൊക്കെ ചെയ്യുക. ഇതൊരു പാകത്തെ മധുരമാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് ഈ ഒരു ക്യാരറ്റിലും തേങ്ങയിലും നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. അത്ര ഒരു സമയം മാത്രം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യാരറ്റും തേങ്ങയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ക്യാരറ്റിലും തേങ്ങയിലൊക്കെ നന്നായിട്ട് പഞ്ചസാര മിക്സ് ആയിട്ട് നന്നായിട്ട് മെൽറ്റായിട്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്യാരറ്റ് പോളക്ക് വേണ്ട ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ്. ഞാനിവിടെ ഒരു 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 4 ക്യാരറ്റല്ലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ക്യാരറ്റിന് ഒരു കോഴിമുട്ട എന്നുള്ള അളവിലാട്ടോ ഞാനിവിടെ കോഴിമുട്ട എടുത്തിട്ടുള്ളത്. ഈ ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മുട്ടയിലേക്ക് പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ പാൽപ്പൊടി കേട്ടോ. ഈ ഒരു ക്യാരറ്റ് പോളൊക്കെ ടേസ്റ്റ് കൂട്ടുന്ന മറ്റൊരു ചേരുവയാണ് ഈ ഒരു പാൽപ്പൊടി. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മുട്ടൻ്റെ കൂട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റിയെടുത്തിട്ടുള്ള ക്യാരറ്റിൻ്റെ കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ക്യാരറ്റ് പോളിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ നമ്മൾ കായപ്പോളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെയാണ് കേട്ടോ. ഈ ക്യാരറ്റും മുട്ടയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം. ആ ഒരു അളവിലാണ് കേട്ടോ നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് പോളക്ക് വേണ്ട മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്കൊരു അല്പം നെയ്യൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ ഒരു ക്യാരറ്റ് പോള പാനിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ജസ്റ്റ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ. ഒരല്പം വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ക്യാരറ്റിൻ്റെയും മുട്ടേൻ്റെയും കൂടെ കൂട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഗാർണിഷിങ്ങിനുമാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മളിങ്ങനെ ക്യാരറ്റ് പോള കഴിക്കുന്ന സമയത്ത് ഈ കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഫ്രൈയിങ് പാന് നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു പഴയ ഫ്രൈയിങ് പാന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലാണ് ഈ ഒരു ഫ്രൈയിങ് പാൻ വെച്ച് കൊടുക്കുന്നത്. നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം നമുക്ക് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ കേട്ടോ ഈ ഒരു ക്യാരറ്റ് പോള
കുക്ക് ചെയ്തെടുക്കാൻ എടുക്കുന്ന ടൈം ഒരു 10 മിനിറ്റ് 12 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക കേട്ടോ. നമ്മളിങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടി പിടിക്കണില്ല. അതുപോലെ ഈ ഒരു പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാരറ്റ് പോള കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അത് കുക്കായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഏകദേശം ഒരു 12 മിനിറ്റൊക്കെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കാൻ എടുത്തിട്ടുള്ള ടൈം. അപ്പോൾ നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാട്ടോ ക്യാരറ്റ് പോള. നിങ്ങൾ ഇതുവരെ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്